നായര് ചതിച്ചു. നായരെ നമ്പാൻ കൊള്ളില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇയാളെ പോലെ ഒരു നായര് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് SNDP NSS ഐക്യം ഇല്ല. NSSന്റെ ഡയറക്ടർ ബോർഡിൽ തീരുമാനമായി എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ തുഷാറിനെ ഞാൻ മകനെ പോലെ സ്വീകരിക്കും, നേതാവായിട്ടല്ല, കാരണം തുഷാർ NDAയുടെ ഘടകകക്ഷി ആയതുകൊണ്ട്. വെള്ളാപ്പള്ളിയെ അല്ലെങ്കിൽ SNDPയെ ഞാൻ സ്വീകരിക്കുന്നു, നെഞ്ചോട് ചേർക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പെട്ടെന്ന് പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് SNDP വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ്, ഞങ്ങൾക്ക് എല്ലാവരോടും സമദൂരമായി. ഇതുപോലെ നാക്കെടുത്ത് കള്ളം പറയുന്ന ഒരു നായരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ മറ്റ് ചിലരുടെ കൈകടത്തലുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ, അതായത് നായന്മാരെ മുഴുവൻ, ഹിന്ദുക്കളെ മുഴുവൻ ചതിക്കുന്ന ഒരു ചതിയനായി സുകുമാരൻ നായർ മാറുകയാണോ? 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്നാമത്തത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്, അടൂർ പ്രകാശ് മാധ്യമങ്ങളുള്ളത് കൊണ്ട് തിരിച്ചു പോരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും രഹസ്യമായി ചെന്ന് കാണുന്നു, രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് പറയുന്നു. അതായത് NSS എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഫാക്ടർ അല്ല. കേരള രാഷ്ട്രീയത്തിൽ NSന് വലിയ സ്ഥാനമില്ല. അത് ശ്രീ സുകുമാരൻ നായർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഹിന്ദു എന്ന മൊത്തത്തിൽ പറയുമ്പോൾ NSSന് വലിയ സ്ഥാനവുമുണ്ട്. കാരണം അവരെ എപ്പോഴും നമ്മളുടെ ഒരു മനോഭാവത്തിന്റെ സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കും എന്ന് പറഞ്ഞതുപോലെ വരേണ്യ വിഭാഗം എന്ന് കരുതുന്ന അടിസ്ഥാന വർഗമാണ് NSS എന്ന് പറയുന്നത്. അപ്പൊ അവരും SNDPയുമായിട്ടൊരു ധാരണയുണ്ടായാൽ കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പച്ചപിടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. എന്നാൽ ശ്രീ സുകുമാരൻ നായർക്ക് ഹിന്ദുക്കളുടെ എന്തെങ്കിലും അവകാശം നേടിയെടുക്കേണ്ട ആവശ്യമോ ബാധ്യതയോ ഇല്ല. കാരണം അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടിയോ NSSന് വേണ്ടിയോ നിലകൊള്ളുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, കുടുംബക്കാർക്കും. എത്രയോ നാളുകളായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. NSSനെ ഭരിക്കുന്ന അല്ലെങ്കിൽ NSSന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വിഴുപ്പ് പോലെ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുമ്പോൾ കാലത്തിന്റെ മാറ്റം, മറ്റ് സമുദായങ്ങൾ ബഹുദൂരം മുന്നേറുന്നത് ഞാൻ സങ്കടത്തോടെ കണ്ട കുറെ കാഴ്ചകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ നിരവധിയായ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന, അതല്ല എങ്കിൽ ഏറ്റവും താഴ്ന്ന വേതനത്തിന് ജോലി ചെയ്യുന്ന പെൺകുട്ടികളും പുരുഷന്മാരും പണ്ട് ഉണ്ടായിരുന്ന ഇന്നത്തെ മുതിർന്ന നായർ പൗരന്മാരുമൊക്കെ ഈ നിലയിൽ തന്നെ തുടർന്നാൽ മതി, അവർക്ക് വ്യാവസായികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ സാമുദായികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഒരു രീതിയിലും ഉയർച്ച വേണ്ട, മറിച്ച് എനിക്കും എൻ്റെ കുടുംബക്കാർക്കും മതി എന്ന അപ്പൻ തമ്പുരാന്റെ ആ ഒരു വാചകമുണ്ടല്ലോ, ആ വാചകമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് കേരളത്തിൽ വെളിവാകുന്നത്. പക്ഷെ ഒരു അപകടമുണ്ട്. അദ്ദേഹത്തിന്റെ കാൽക്കീഴിലെ മണ്ണെന്ന് പറയുന്നത് NSS വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് അതിവേഗം ഒലിച്ചു പോകും. കാരണം ഈ ഐക്യം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ NSS വിഭാഗത്തിൽ നിന്ന് വലിയ പിന്തുണയാണ് അതിനുണ്ടായത്. സാമാന്യമായ ജനങ്ങൾ അതിനെ സഹർഷം സ്വാഗതം ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ ഇടപെടലുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്. അതായത് അദ്ദേഹത്തിന് കേരള സംസ്ഥാനം ഭരിക്കാൻ പറ്റുന്ന രീതിയിൽ അടുത്ത തവണ UDF അധികാരത്തിലേക്ക് വന്നാൽ രമേശ് ചെന്നിത്തല, ഇദ്ദേഹത്തിന്റെ പഴയ താക്കോൽ പ്രയോഗം അറിയാമോ? അല്ല, അദ്ദേഹത്തിന്റെ കണ്ണില് ചെവിയിൽ കൂടെയുള്ള ഒരേ ഒരു നായര് രമേശ് ചെന്നിത്തല. അദ്ദേഹം കഴിഞ്ഞാൽ അപ്പം പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആകാനുള്ള യോഗ്യത രമേശ് ചെന്നിത്തലയ്ക്കേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി എന്ത് നെറികേടും എന്താ പറയുക വിട്ടുവീഴ്ചകൾക്ക് സുകുമാരൻ നായർ നേരത്തെ തയ്യാറാണ്. ഇപ്പോഴും സുകുമാരൻ നായർ ആ നിലപാട് തന്നെയാണ് പോകുന്നത്. അതായത് സോണിയാഗാന്ധി വരുന്നതിലേക്ക് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരുന്നതിലേക്ക് എന്ന് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. എന്നാൽ അവിടെ പ്രകടമായി അങ്ങനെ എത്താതെ തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ആ തീരുമാനം മാറ്റിയിട്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കോൺഗ്രസ് ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് അനുകൂലമായ കുറെ ഘടകങ്ങളുണ്ട്. ഡെമോഗ്രാഫിയിൽ ഇവർക്ക് വലിയ ശക്തിയില്ല എന്നത് മറ്റൊരു ഘടകമാണ്. പക്ഷെ എങ്കിൽ പോലും രാഷ്ട്രീയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാർഡുകൾ വെച്ചുള്ള മിടുക്കനായ ഒരു കളിക്കാരന്റെ കളിയാണ്. അതിൽ ഒരു കാർഡാണ് ഈ പറയുന്ന സുകുമാരൻ നായർ. അദ്ദേഹം ജോക്കർ ആണോ അല്ലെങ്കിൽ എയ്സ് ആണോ ക്ലാവർ ആണോ കീനോ ആണോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ കളിയുടെ മിടുക്ക് പോലെ ഇരിക്കും. അത് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നവരുടെ മിടുക്ക് പോലെയും ഇരിക്കും. ഇപ്പോൾ അദ്ദേഹം ഒരു റോങ് പ്ലേ ആണ് ദീർഘകാല അടിസ്ഥാനത്തിൽ NSSനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കളിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം ശക്തിയില്ലാത്തവനെ രാഷ്ട്രീയം ഒരിക്കലും അംഗീകരിക്കുകയില്ല. ശക്തിപ്പെടുവാനുള്ള ഒരു അവസരം മാറ്റിയിട്ട് അദ്ദേഹം ഒറ്റക്ക് നിന്ന് ദുർബലനാകുകയാണ് ചെയ്യുന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനില്ല എങ്കിലും അത് രാഷ്ട്രീയം പഠിക്കുന്ന
ധാരാളം ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതെ, എനിക്ക് തോന്നുന്നത് ഇവിടെ മതേതരത്വം വല്ലാതെ വിളമ്പുന്ന ഒരു പാർട്ടിയുണ്ട് മുസ്ലിം ലീഗ്. അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ് സതീശന്. കാരണം ജമാഅത്തെ ഇസ്ലാം എന്ത് ചെയ്തു എന്നൊക്കെയാണ് സതീശൻ ചോദിക്കുന്നത്. അവർ പഴയ നിലപാടുകളൊക്കെ മാറ്റി എന്നാണ് പറയുന്നത്. അതായത് പിന്നെ അരിയും മറ്റേ കുന്തിരിക്കൊക്കെ കരുതി വെച്ചോ, നിങ്ങളെ കാലന്മാർ വരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി മാറി അവര് പിന്നെ ഇപ്പോ ശാന്തതയുടെ സമാധാനത്തിന്റെ പാതയിലൂടെയാണ് അവർ നടക്കുന്നത്. അതായത് ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതും നിലപാടുകൾ സ്വീകരിക്കുന്നതും മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം മുസ്ലിം ലീഗ് ഇപ്പൊ മന്ത്രിസ്ഥാനമൊക്കെ കൂടുതൽ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ സുകുമാരൻ നായർ വേണ്ട ഒന്നും പറയാൻ പറ്റൂല. നായന്മാർക്ക് വേണ്ടി ഒരു ചുക്കം ചെയ്യാത്ത, എന്നാൽ നായന്മാരുടെ എല്ലാ അപ്പോസ്തലനാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആളാണെങ്കിൽ സുകുമാരൻ നായർ. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരു 100 നായന്മാരെ എടുത്താൽ 95 നായന്മാരും ഇയാളെ നോക്കി പുച്ഛിച്ചു പോകത്തേ ഉള്ളൂ. 5 പേര് ചിലപ്പോൾ ഇയാളുടെ വാലാട്ടികളായിട്ടോ ശിങ്കിടികളായിട്ടോ നടക്കും. നായന്മാരുടെ കരയോഗങ്ങളിൽ പോലും ഇയാൾക്ക് പിന്തുണയില്ല, ഇയാളുടെ താല്പര്യമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ ഭൂരിഭാഗവും നായന്മാര്. പിന്നെ ഇയാളിപ്പോ ഞാൻ സമദൂരമാണ്, എല്ലാവരോടും ഒരുപോലെയാണെന്ന് പറഞ്ഞാലൊന്നും സുകുമാരൻ നായർ നാളെ UDF ചൂണ്ടിയിട്ട് നായന്മാരൊക്കെ UDF വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ താൻ തന്നെ വീട്ടിൽ പോയി പറയണോ? അതിവിടെ പറയണ്ട, ഞങ്ങൾക്ക് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് നായന്മാരൊക്കെ തീരുമാനിക്കും. സുകുമാരൻ നായരല്ല നായന്മാരുടെ അവസാന വാക്ക്. ഇപ്പോ ഈ മന്നത്ത് പത്മനാഭ ജയന്തിക്കൊക്കെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അടക്കം പലരും പോയി ഇയാളെ കാല് നക്കുന്നതൊക്കെ കണ്ടു. ഇയാളെന്തോ മഹാനായതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സാധാരണ നായന്മാര് ഇയാളുടെ ഈ പിന്നെ പത്രാസും ഇതുമൊക്കെ കാണാൻ വേണ്ടി ആ പെരുന്നയിൽ ചെന്ന് നിൽക്കുമെന്ന് അവർക്ക് വേറെ ജോലിയുണ്ട്. ഇയാൾക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലും വിടുവായിത്തം പറഞ്ഞാൽ മതി. അത് കേട്ടോണ്ടിരുന്ന അവന് ഈ നായന്മാരുടെ വീട്ടിലെ പിന്നെ എന്താ പറയുക അന്നം ഉണ്ടാവില്ല, ഉപജീവന മാർഗം ഉണ്ടാവില്ല. ഈ NSSന് എത്ര കോളേജുകളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്, എത്ര സഹകരണ സംഘങ്ങളുണ്ട്. ഇവിടെയൊക്കെ എത്ര നായന്മാർ ജോലി ചെയ്യുന്നത്? മുഴുവൻ ഇയാളെ വീട്ടിലെ ഇയാളെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ ഇയാളോടൊപ്പം നിൽക്കുന്ന ശിങ്കിടികളുടെ ആളുകളാണ്. എത്ര നായന്മാരുടെ മക്കള് പഠിച്ചിറങ്ങി ജോലിയില്ലാതെ ജീവിക്കുന്നുണ്ട്. BEd ഒക്കെ എടുത്തിട്ട് പിള്ളേർ സ്കൂളുകളിൽ 10,000-15,000 വേണ്ടി പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. ഇയാളെല്ലാ രാഷ്ട്രീയത്തിന്റെ കണ്ണുകളും നമുക്ക് എന്ത് പ്രയോജനം കിട്ടും? UDF മാറി LDF പോയപ്പോ മറ്റേ എന്താ പറയുക ശബരിമല വിഷയത്തിലൊക്കെ ഇയാൾ വല്ലാതെ അഭിപ്രായം പറഞ്ഞു. പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടൊക്കെ എടുക്കും. പമ്പയിൽ അയ്യപ്പ സംഗമമൊക്കെ വന്നപ്പോ അത് കഴിഞ്ഞപ്പോ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സമദൂരമാണെന്ന്. നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. അത് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു സമുദായ നേതാവിനെ ഇയാൾ ദൈവം പോലെ കാണുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അവരൊക്കെ പറയും ഇയാൾ അവഹേളിച്ചു. അതുകൊണ്ട് ആ ഭാഷ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് മുസ്ലിം ലീഗും UDFും ചേർന്ന് കേരളത്തെ ഭരിക്കണം. അങ്ങനെ ഭരിക്കണമെങ്കിൽ നായരീഴവ ഐക്യം അല്ലെങ്കിൽ നായണി മുതൽ നസ്രാണി വരെയുള്ള പുതിയ മുദ്രാവാക്യത്തിലെ ഐക്യം കേരളത്തിൽ നടക്കരുത് എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഇതിന് എന്ത് വില കൊടുക്കാനും തയ്യാറാണ്. കാരണം കേരളത്തില് അങ്ങനെ ഒരു ഐക്യത്തിന്റെ ഷിഫ്റ്റിംഗ് വന്ന് ഇടതുപക്ഷത്തേക്ക് എങ്ങാനും ചായ്വുണ്ടായാൽ UDFന്റെ കേരള ഭരണം എന്ന് പറയുന്നത് കിട്ടാക്കനിയാണ്. അതല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവർ കേരളത്തിൽ നെയ്ത് കൂട്ടിയ സ്വപ്നം ഉണ്ടല്ലോ ഈ പിണറായിയുടെ 10 വർഷം കൊണ്ട്, അതെല്ലാം പൊലിഞ്ഞ് തകർന്ന് തരിപ്പണമാകും. അപ്പൊ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ 10 വർഷത്തേക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു പിടിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ അജണ്ട ഒരു വശത്ത് അതിശക്തമാണ്. മുസ്ലിം ലീഗിനാണ് കേരളത്തിൽ ഇന്ന് ഹൈക്കമാൻഡിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പവറുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം. അവർക്ക് ഹൈക്കമാൻഡിനോട് പറയാം എന്ത് വില കൊടുത്തും ഇദ്ദേഹത്തെ നിലക്ക് നിർത്തണം, നമ്മുടെ ക്യാമ്പിൽ നിന്ന് പോയി ആ ഐക്യത്തിലേക്ക് ശക്തിപ്പെടുത്താനുള്ളൊരു ഒരു കാര്യമായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ശക്തിയായിട്ട് അദ്ദേഹം മാറരുതെന്ന് പറയുമ്പോൾ ഫോർമുല ഉരുത്തിരിയും. ഞങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓഫർ തരാം. ഉദാഹരണത്തിന് UDF ഭരണം വന്നാൽ ഇത്ര കോളേജുകൾ തരാം, ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ് തരാം, ഇത്ര സ്കൂൾ തരാം. ഇതിലൊക്കെ നിയമനം നടത്തുന്നത് പണം വാങ്ങിയാണ്. ആ പണം വാങ്ങുന്നത് ബ്ലാക്ക് മണിയാണ്. വൈറ്റ് മണി എന്ന് പറയുന്ന സാധനം അതിലില്ല. ആ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാം. ഒന്ന്. രണ്ടാമത്തെ മറ്റൊരു കാര്യമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ഭരിക്കുകയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ NSSന് താല്പര്യമുള്ള എത്രയോ കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ട് കേരളത്തിൽ NSSന്റെ ജനറൽ സെക്രട്ടറി ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റും. അത് NSSലെ അംഗങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഗുണങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയാണ്. ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയാം,
NSS ഒരു നൂറ്റാണ്ട് പിന്നിലാണ് ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഭരണസമിതി. കാരണം ഇവരുടെ സമൂഹം താഴെത്തട്ടിലേക്ക് പോയി അടിഞ്ഞ് ഒന്നുമല്ലാതായി തീരുന്നത് ഇപ്പോഴും മനസ്സിലാക്കാതെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നേതൃനിലയിലുള്ള ആൾക്കാർ മാത്രം ഒരു പ്രസ്ഥാനത്തെ, ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ് NSS എന്ന് പറയുന്നത്. അതിൽ ഇപ്പോഴിരിക്കുന്ന ഭാരവാഹികളെല്ലാം പണം കൊടുത്ത് കയറേണ്ട രീതിയിലാണ് അതിന്റെ ഭരണഘടനയുള്ളത്. ഇത്രയേറെ രൂപ കൊടുക്കണം. അതേപോലെ തന്നെ അതിന്റെ അംഗത്വം ഞാൻ അറിഞ്ഞിടത്തോളം തലമുറകളിലേക്ക് മാറുന്ന രീതിയിൽ അംഗത്വമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊന്നും ജനാധിപത്യപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിൽ നിന്ന് നമ്മൾ സമുദായ അംഗങ്ങളുടെ ഇച്ഛകൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്ന ജനാധിപത്യപരമായ എന്തെങ്കിലും താല്പര്യം പ്രതീക്ഷിക്കേണ്ടതില്ല. നായരി വിഴവ ഐക്യം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള ഒരു പാത ഒരുക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം എങ്ങോട്ടെങ്കിലും ഒരു തരത്തിൽ പ്രീണനം പോയാൽ, ഉദാഹരണത്തിന് മുസ്ലിങ്ങളെയാണ് പ്രീണിപ്പിക്കുന്ന ഇതെന്നൊരു തോന്നലുണ്ടായാൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സാമൂഹ്യമായിട്ട് അസംതൃപ്തി ഉണ്ടാകും. അത് അവരുടെ ഈ സമൂഹത്തിൽ തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അത് പല രീതിയിലും മുസ്ലിം സമൂഹത്തിന് ദോഷം ചെയ്യും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകമായിട്ട് അവഗണിക്കുന്നത് തോന്നുമ്പോൾ അതിന്റെ പ്രതിപ്രവർത്തനം വളരെ ഗുരുതരമായിരിക്കും. ഈ 3 സമുദായങ്ങൾക്ക് ഒരേ പരിഗണന കൊടുക്കണമെങ്കിൽ മുസ്ലിങ്ങൾ സംഘടിച്ചു നിൽക്കുന്ന പോലെ ക്രിസ്ത്യാനികൾ സംഘടിച്ചു നിൽക്കണം, ഹിന്ദുക്കൾ സംഘടിച്ചു നിൽക്കണം. അവർക്ക് എല്ലാവർക്കും സാമൂഹ്യ വിഭവങ്ങൾ തുല്യമായി വീതിക്കപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകണം. അതിന് വിലങ്ങെടുത്തടിയായി നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തു, എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തരുമെങ്കിൽ തന്നോളൂ എന്ന നിലപാടല്ലേ അദ്ദേഹം സ്വീകരിക്കുന്നത്. അതെ, എന്തായാലും സുകുമാരനായരുടെ ഈ നിലപാട് ഇത് വളരെ മോശമായി പോയെന്നേ പറയാൻ കഴിയൂ. പല നേട്ടങ്ങൾക്കും വേണ്ടി ഇയാൾ കാണിക്കുന്ന ഈ കൊള്ളരുതായ്മകൾക്ക് മറുപടി ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും